നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ നെറ്റ് പരീക്ഷയും അങ്ങേയറ്റം കുഴപ്പം പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ചോദ്യപേപ്പർ ചോർന്നു. അതേ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് തന്നെ, പരീക്ഷ നടത്തിപ്പുകാർക്ക് തന്നെ ആ പരീക്ഷ റദ്ദു ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു സിബി കൊച്ചിയിൽ നിന്ന്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി നിൽക്കുന്നു. സിബി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സിബി, അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, തിയേറ്റർ വിഷയത്തിൽ പരീക്ഷയ്ക്ക് പോയ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. UGC നെറ്റ് പരീക്ഷ, അതാണല്ലോ ഇപ്പോൾ റദ്ദു ചെയ്യപ്പെട്ടത്. പരീക്ഷ റദ്ദാക്കിയല്ലോ. 11 ലക്ഷത്തിൽ പരം ആളുകൾ എഴുതിയ പരീക്ഷ റദ്ദു ചെയ്തു. അതിലെ ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചിത്രങ്ങളുമൊക്കെ സഹിതമാണ്. അതിൽ പറയുന്നത്, പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം ഏതാണ്, രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം ഏതാണ്, രാമായണം തുടങ്ങുന്ന ശ്ലോകം ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് എന്നാണ് ശ്യാം സോർബയുടെ FB പോസ്റ്റിൽ കണ്ടത്. ആ പരീക്ഷയെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനം ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ചോദ്യപേപ്പറിൻ്റെ ഉള്ളടക്കവും ചർച്ചയാകുന്നൊരു സാഹചര്യം വരുന്നുണ്ടല്ലോ. തീർച്ചയായും ശരത്ത്, അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പോസ്റ്റ് എഴുതിയ ഈ ശ്യാം സോർബയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജാർഖണ്ഡിലുണ്ട്. ജാർഖണ്ഡിലായിരുന്നു അദ്ദേഹത്തിന് പരീക്ഷാ സെൻറ്റർ ഉണ്ടായിരുന്നത്. കാസർഗോഡ് സ്വദേശിയാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അദ്ദേഹം തിയേറ്ററാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ സബ്ജക്റ്റ്. അതിലാണ് ഈ ചോദ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. സാധാരണ ഇത്തരം ചോദ്യങ്ങൾ ഇത്രത്തോളം ആഴത്തിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്കറിയാം, പാഠപുസ്തകത്തിലടക്കമല്ലാതെയും കാവ്യവൽക്കരണം കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി തുടരുകയാണ്. ഇപ്പോൾ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലും ആ ഒരു കാവ്യവൽക്കരണം ഉണ്ട് എന്നതിന് കൃത്യമായ തെളിവാണ് ഈ ചോദ്യങ്ങളെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ UGCയുടെ പരീക്ഷയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സബ്ജക്റ്റ്, മറ്റൊന്ന് ജനറൽ വിഭാഗവുമായിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. അതിൽ ഈ സബ്ജക്റ്റ് വിഭാഗത്തിലാണ് ഈ പറയുന്ന ശ്യാം. അതിൽ തിയേറ്റർ പെർഫോമൻസ് ആണ്, സബ്ജക്റ്റാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത്, സാധാരണ ഈ റീജിയനും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം തന്നെയും ചോദ്യങ്ങൾ വരാറുണ്ടെങ്കിലും ഇതുപോലെ ആഴത്തിൽ, അതായത് രാമായണം തുടങ്ങുന്ന ശ്ലോകം, രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗമേത്, പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം ഏത്, ഭഗവത്ഗീത ഏതിൻ്റെ വിപുലമായ രൂപമാണ്, ഹിന്ദു ഫിലോസഫി രൂപപ്പെടുത്താൻ ഉപയോഗിച്ച സംഭവങ്ങൾ എന്തൊക്കെ, ഹിന്ദി ഭാഷ ഉദ്ധാരണം നടത്തിയ ആളുകൾ, ആയുർവേദം, യുനാനി തുടങ്ങിയവയുടെ പരസ്യം, അങ്ങനെ അടങ്ങുന്ന ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ചോദിക്കുന്നത്. ഏകപക്ഷീയമായി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അത് എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട്. എന്തായാലും അതിൻ്റെ ഈ ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോ സഹിതം നമുക്ക് അയച്ചു തരികയും ഈ ചോദ്യപേപ്പർ ഉൾപ്പെടെ എല്ലാ നിലയും അയച്ചു തന്ന അതിൻ്റെ ഒരു സ്ഥിരീകരണം ലഭിച്ച ശേഷം മാത്രമാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു നെറ്റിൻ്റെ ഈ പരീക്ഷാ പേപ്പറിൽ പോലും കാവ്യവൽക്കരണം നടത്തുന്നതിന് കൃത്യമായ തെളിവാണ് നമുക്ക് ഈ ഒരു ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്ത്, ശരി സിബി, ഞാൻ വരാം. സിബി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഈ നെറ്റ് പരീക്ഷ റദ്ദു ചെയ്യേണ്ടി വന്നു ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന്.